നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഫിലിം ക്യാരക്ടർ ചലഞ്ച് ആണ്. എന്താണ് കൊച്ചു ഫിലിം ക്യാരക്ടർ ചലഞ്ച് പറഞ്ഞു കൊടുക്കും? നമ്മൾ ഓരോ സിനിമയിലെ ക്യാരക്ടർ ആവും, അതായിട്ട് നമ്മളങ്ങ് ജീവിക്കും. അതെ, നിങ്ങൾ തന്നെ കമന്റ് ചെയ്ത ഒരു ചലഞ്ച് ആണ് സുഹൃത്തുക്കളെ. ഇത് ക്യാരക്ടർ സ്വിച്ച് ചെയ്തില്ലേ? അതെ അതെ, അതുപോലെ ഒരു മൂവിന്ന് ഒരു ക്യാരക്ടർ എടുത്തിട്ട് അതൊക്കെ ചെയ്യും. അത്രേ ഉള്ളൂ. ഗൈസ്, അപ്പൊ നമ്മൾ കുറച്ച്, അതായത് നമുക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് ക്യാരക്ടേഴ്സ് ഉണ്ടല്ലോ, അതൊക്കെ നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫുൾ നമ്മൾ മലയാളം മൂവീസിൽ നിന്ന് എടുത്തിട്ടുള്ളത്. മലയാളം മാത്രമല്ല, തമിഴുണ്ട്. തമിഴുണ്ട്. അപ്പൊ നമ്മളുടെ ഓരോരുത്തരുടെ ക്യാരക്ടർ നമ്മൾ റിവീൽ ചെയ്യാൻ വേണ്ടി പോവാണ്. അതായത് ഇല്ല ഗൈസ്, അപ്പൊ മൃദുലേക്ക് പ്രവീണ് അമ്പി കുമാരി അമ്പിയാണ് കേട്ടോ. നമ്മൾ അമ്പി എന്ന് വെച്ചാൽ ഒരു നിഷ്കളങ്കന ഞങ്ങൾക്ക് അറിയാലോ, നമ്മളെ വിക്രം അമ്പി അന്യൻ. ഞാൻ തിളക്കത്തിലെ ദിലീപ് ഉണ്ണി അമ്മ. എനിക്ക് എപ്പോഴും ഉണ്ണിയായല്ലേ ക്യാരക്ടർ. സിഗരറ്റ് വേണ്ടമ്മേ, ബീഡി മതി. അതെ, ആ ക്യാരക്ടർ അമ്മയ്ക്ക് എന്റെ അമ്മ. അപ്പൊ അതാണ് നമ്മുടെ ഇന്നത്തെ ചലഞ്ച്. ഇന്ന് നമ്മളത് ഫിലിം ക്യാരക്ടറായിട്ട്, മൂവിയിലെ ഫിലിം ക്യാരക്ടറായിട്ട് നമ്മൾ ജീവിക്കാൻ വേണ്ടി പോവുകയാണ് സുഹൃത്തുക്കളെ. അപ്പൊ കൊച്ചു ഒരുങ്ങുമല്ലേ? അതെ, ലെറ്റ്സ് ഗോ ഗൈസ്. അപ്പൊ മുറു റെഡി ആയിട്ടുണ്ട്. കിലുക്കത്തിലെ രേവതി, മുറുവല്ല രേവതി. രേവതിക്ക് ഇച്ചിരി വയറുണ്ട് കേട്ടോ. ഇങ്ങനല്ലായിരുന്നല്ലോ. കൊള്ള കേട്ടോ. ഷൂവും കൂടെ ഇട്. തലയൊക്കെ പിന്നെ കിട്ടിയ കൂടെ കൊള്ള കേസ് കൊള്ള. കൊടകന സമ്മ റെഡിയാ കേസ്. ബാ അയ്യോ ഉണ്ണി. അമ്മ മറ്റേല്ലേ എന്റെ ഭഗവതിയെ, എന്റെ ഭഗവതിയെ. കൊള്ള. കരിയാ കരി. അമ്പിക്ക് അവിടെ ഒരു കുണുക്കിയുണ്ട്. കുടുംബത്തിൽ പിറന്നത് ഈ മുണ്ടൊക്കെ എങ്ങനെ സെറ്റ് ചെയ്ത് ഇത് എവിടെ കൊടുത്ത് വെച്ചേക്കണ്? ഞാൻ റെഡി ആയിട്ട് വരട്ടെ. ഞാൻ പോയിട്ട് റെഡി ആയിട്ട് വരാം. അപ്പൊ നമ്മള് 3 പേര് റെഡി ആയിട്ടുണ്ട്. ഉണ്ണിയുടെ അമ്മ രേവതി, അമ്പി. രേവതി ഊട്ടി പോകുന്നവരെ കുഴപ്പമില്ലായിരുന്നു. ഊട്ടി പോയിട്ട് വന്നപ്പോ അമ്പി ഊട്ടി പോയ റെമോ ആവും. ഇനി കൊച്ചുവിന്റെ വരവിന് വേണ്ടി നമ്മൾ വെയിറ്റിംഗ് ആണ് കേട്ടോ. മഴ കേട്ടോ ഭയങ്കര. ഇനി നമ്മുടെ തിളക്കത്തിലെ ദിലീപിന്റെ എൻട്രി ആണ് സുഹൃത്തുക്കളെ. ഉണ്ണി ആടിപ്പോളെ. ഉണ്ണിക്ക് എന്താ ഒരു ഉണ്ണി കൂടുതല്? കറക്റ്റ് എടാ, കറക്റ്റടാ. ആ വള്ളിയും ടീഷർട്ട് എടേ ഉണ്ണിയാടേ പൊളിച്ചത്. അമ്മേന്റെ വള്ളി ഒന്ന് കെട്ടി തരൂ. ഇതിങ്ങനെ ആകാം. അമ്മ പിടിച്ചോ. അമ്മയ്ക്ക് അരപ്പീരി ലൂസാ, എന്നെക്കാട്ടി പിരി ലൂസാ അമ്മയ്ക്ക്. അമ്മ എന്നെ എടുക്കൂ. കാള കൊള്ളാം കേസ്. കൊച്ചുവിന്റെ ആ ഒരു വള്ളിയും നിക്കറും. എടാ അമ്പേ, എടാ എന്റെ മൂണ്ട്.
അതല്ലെങ്കിലേ എങ്ങനെയോ ഉടുത്തു വെച്ചതാ. ഞാൻ കഷ്ടപ്പെട്ട് കൊടുത്തു വെച്ചതാ. അമ്പി നമുക്കൊരു പാന്റ് ആക്കിയാലോ? എന്തൊരു കോല ഇത്, എന്റെ ഉണ്ണിയാണോ? അമ്മയുടെ ഉണ്ണിയാണോ? മോനെ ഉണ്ണി എത്ര നാളാണ് എനിക്ക് തള്ളെന്തിനാ കരയുന്ന ചോയിര് സിഗരറ്റ് ഉണ്ടോ? அப்படியெல்லாம் பண்ணக்கூடாது. എനിക്ക് ஐயே குண்டனா அப்படியெல்லாம் பண்ணக்கூடாது, தப்பு. ഞാൻ ഇവന്റെ കൂടെ പോവുക. വേണ്ട മാഷേ, ഞാൻ ഇവന്റെ കൂടെ പോവുക. മാഷേ ഇങ്ങ് വാ. മാഷേ ഓടി വാ. ഉണ്ണിയപ്പിടി. ഇവിടെ കൊറേ നേരമായി മുണ്ടിലിട്ട് പണിയാൻ തുടങ്ങിയിട്ട്. ഞാൻ ഒരു വിധത്തിൽ ഉടുത്ത് വെച്ച അപ്പോഴേ ഈ ഉണ്ണി ഒന്ന് അഴിച്ചത്. അണ്ണ ഒരു കാര്യം ചെയ്യുന്നത് വലിക്കോ, ഞാൻ ഇത് വലിക്കാം. അണ്ണ ലോയർ. അതൊരു കോയർ. കുളിക്കാം നമുക്ക്. വേണ്ട, കൊറേ നേരം കൊണ്ട് കുളിപ്പിക്കാൻ നോക്കുന്നു. നമുക്ക് അമ്മൂനെ അറിയാവോ? അറിയത്തില്ലേ? കൊച്ചിലെ കളിച്ചിറങ്ങുന്ന അമ്മു. കളിച്ച കാര്യമൊക്കെ അറിയാം. കുട്ടിയും പോലും കളിച്ചതാ. അമ്മ ഇപ്പൊ വരുമ്പോ കുളിച്ച് സുന്ദരനായിരിക്കാമേ. തമിഴ്നാട്ടിൽ കൊണ്ടുപോവാ. ബസ്സിന്റെ കൂടെ അവിടെ തമിഴ്നാട്ടിൽ കൊണ്ടുപോയി മുണ്ടുവരും. അവിടെ തന്നെ മുട്ടണ്ട, ഞാൻ വരാണ. തമിഴ്നാട്ടിലെ കൊണ്ടുപോയി നല്ല ഒരു വളർത്തല. സെക്കൻഡ് മക്കളെ, സ്കൂളിൽ പോവാം. അങ്ങ് നല്ല പഠിച്ച് പാട്ട് പാടാൻ അറിയാം. പാട്ട് ഏത് പാട്ടാ പാടുന്നത്? സാരേ സാരേ സാമ്പാറേ, സാറിന്റെ വീട്ടിലെ കല്യാണം, മതി. മുറ്റവിളം കാക്കവിളം കാക്കേരി. അതെന്നത് അന്ത മുദ്രൈ മീൻ. ഇന്ന് പോണ തെറിയുമാ? ഇത് പട്ട്. ഇതെന്തിരി നമുക്ക് കടയിൽ പോയി ചിക്കൻ തിന്നാ. പൈസ ഉണ്ടെങ്കിലേ പോകത്തി പൈസ ഇല്ല. പൈസ ഇല്ല, പോയി മോട്ടിച്ചോണ്ടോ? എന്റെ ആകെ ഈ വള്ളി മാത്രമേ ഉള്ളൂ. ഇത് വെച്ച് വലിച്ചോണ്ടിരിക്കാനേ പറ്റൂ. അത് മതി. നീ ഇവിടെ വലിച്ചോ, ഞാൻ ഇവിടെ വലിച്ചോളാം. എനിക്ക് ചിക്കൻ അമ്മ എന്താ അടിക്കുന്നേ? അല്ല കൊച്ചു ചിക്കൻ ഒന്നും മാമ്പഴ പുളിശ്ശേരിയൊക്കെ ഞങ്ങൾ എന്റെ ഉണ്ണിക്ക് കൊടുക്കുന്ന. എന്റെ ഉണ്ണിക്ക് ഉണ്ണി വെജിറ്റേറിയനാ? ഉണ്ണി വെജിറ്റേറിയനാ. നിനക്ക് ചിക്കൻ വേണോ? വേണമെങ്കിൽ എന്റെ കൂടെ വാ. എനിക്ക് അവരെ കളഞ്ഞിട്ട് എന്റെ കൂടെ വാ. ഓലല്ല, എനിക്ക് നിൽക്കാൻ മതി. മാമ്പഴ പുളിശ്ശേരി കേട്ടില്ല. ഉണ്ണിക്ക് അതെല്ലാം തെറിയുമാ? കല്യാണം പണ്ടി നമ്മൾ എന്നെ പടണോ? പാലൊക്കെ കുടിച്ചിട്ട് ഒക്കെ കുറ്റിയിട്ടിട്ട്. ഉണ്ണിയല്ല മൊണ്ണ. അമ്മയുടെ അങ്ങനെ ചോദിക്കില്ല. വീടിയും വലിച്ചുകൂടാ, നല്ല കൊച്ചുങ്ങൾ അങ്ങനെ ഒന്നും വലിക്കത്തില്ല. ഇത് വലിക്കാം. ഇത് വലിക്കാം. അത് വലിക്കാം. ഒരു പുക വരും. ഒരു പുക ആടി, ഒരു പുക. ചിക്കൻ കാല് തരാം. ഇല്ല തരത്തില്ല. ചിക്കൻ കാല് തരാം, തരാം. ഒരു പോക. സിഗരറ്റ് കൊടുത്താ കൊടുത്താ അച്ഛാ, അച്ഛനിപ്പോ എത്തി. ഇത് ക്രിമിനൽ കുറ്റം. ഇത് എന്റെ നിക്കറ് നിക്കറമ്മ കഞ്ചാവ് അടിച്ച്. ഇത് എന്തിനാ? ഇത് ഡെഡ് ബോഡിയാ. മൂക്കി രണ്ട് പഞ്ഞിയുടെ ഉറവിടെ ഉള്ളു. ഇത് കോടതിയിൽ ഹാജരാവണം. ഇത് ക്രിമിനൽ കുറ്റം. ഇത് എനിക്ക് പാത്തിട്ട് സുമ്മാ പോവാ മുടിയാത്. ആർക്കെങ്കിലും ഇവൻ പറയുന്നത് മനസ്സിലാവില്ല. മനസ്സിലാവില്ലേ പറയുന്നത്? ഇത് കണ്ടിട്ട് എനിക്ക് വെറുതെ പോകാൻ പറ്റത്തില്ല മക്കളെ. നീ വെറുതെ പോണ്ട, രണ്ടെണ്ണം കൊണ്ടിട്ട് പോയാൽ മതി. എനിക്ക് വേണ്ടി ഒരു ഉപകാരം ചെയ്യുമോ? അച്ചടി ഭാഷയോ പറ. ഞാനൊരു ലെറ്റർ തന്നാൽ നന്ദിനിയെ കൊണ്ട് കൊടുക്കൂ. അതാരാ? അത് നിന്റെ വീട്ടിലുള്ള ഒരാളാ. എന്റെ വീട്ടിൽ ആ കഞ്ഞിത്തള്ള മാത്രമേ ഉള്ളൂ. അത് വേറൊരു കുട്ടിയുണ്ടോ, നന്ദിനി. കാതലിയത് മനേവി വരപ്പോകുന്നത്. നീ ഒരു ലെറ്റർ കൊണ്ട് കൊടുക്കുവോ? നിനക്ക് എന്തിനു വേണം? ചുരുട്ട് ബീഡി. ഇതെല്ലാം തപ്പ്. അത് പറ്റത്തില്ല. എനിക്ക് വീഡിയോ ഉണ്ടെങ്കിലേ കൊടുക്കത്തുള്ളൂ. ഇതുമാതിരി പുതു നിക്കർ വാങ്ങിച്ചു കൊടുക്കാം. വള്ളി ഉള്ളത്, വലിയ വള്ളി ഉള്ളത് വേണ്ട. ബീഡി മതി. അപ്പൂപ്പനെ ഇത് സെക്കൻഡ് മതി. ഇത് കൊണ്ട് കൊടുക്ക്. അതിന് ഇതൊന്നും ഇല്ലല്ലോ. ലെറ്റർ എഴുതാൻ സമയമില്ല. ലെറ്ററാ? ലെറ്റർ കൊടുത്തിട്ട്
നീ എന്തിനാ ഉമ്മ വെച്ചാ ചുമ്മാ ഒരു ലവ് നന്ദിനിക്ക് കൊടുക്കാൻ ഇപ്പൊ തരാൻ നന്ദിനി നമുക്ക് പോവാം സൂര്യോദയം കാണാൻ മലയുടെ മണ്ട്. അണ്ണാ പോലി ഞാൻ ഒരു വട്ടം പോയതാ. അവിടെ ആനയുണ്ട്, തിന്നത് കിളിയുണ്ട്. വാ, വാ. 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 അതവിടെ പോയി ചെയ്യാം. വാ. ഓ ഇത് ഇതുവരെ തീർന്നില്ല. പുല്ലൊരു കുളിപ്പിച്ച് കഴിഞ്ഞിട്ട് ചോറുണ്ട് കേട്ടോ. കിടത്തി ഉറക്കിയാലേ അടങ്ങും. വേറെ നിറച്ച് തിന്നാ. നമുക്ക് അമ്മൂനെ കാണാൻ പോണ്ടേ, അമ്മൂന്റെ കൂടെ കളിക്കണ്ടേ. തുപ്പട്ടെ. അടി. ബ്രാഹ്മണൻ തിന്നുണ്ണി നല്ല ചവച്ചിന്നാണ് ഇങ്ങനെ ബട്ടൺ ബട്ടൺ മുണ്ടൂരോ മുണ്ടൂരോ നാട്ടുകാരെ അറിഞ്ഞിന്റെ ചന്തി അടിച്ചാൻ പൊട്ടിക്കുന്നത് നാട്ടുകാരെ മുണ്ടൂരിയ നിന്റെ അമ്മ ഓർത്ത് അമ്മേ വേണ്ട ഈ ഊമ്പി അല്ല ഈ അമ്പി എന്നെ കെട്ടിയിട്ടോ അമ്മേ. ഇവിടാ നിന്റെ അമ്മ ഓർത്ത് ഊരി എന്റെ ഊരി മോൻ കഴിഞ്ഞിട്ട് പോയി. എന്റെ ഉണ്ണി എത്ര വർഷം കഴിഞ്ഞിട്ട് കിട്ടിയത് നമ്മൾ സഹിക്കുക. ഇതിനൊക്കെ പേരെ കിട്ടണ്ടായിരുന്നു. പോയ പോകിന് ഒഴിക്കെല്ലാം വിട്ടാതെയായിരുന്നു. തേങ്ങ പറയാം അമ്മേ. ഇവരെന്റെ സുഹൃത്തുക്കളാ അമ്മ. ഫ്രണ്ട്സ് 2 മഞ്ഞക്കാടുണ്ട്. 2 മഞ്ഞക്കാട്. കൊരങ്ങ സുന്ദരിയാണല്ലേ. അതങ്ങനെ ജന്മന. അയ്യോ പെണ്ണിനെ വിളിച്ചിട്ട് പോടേ. അച്ചാച്ചനെ മൂട്ടി നടത്തോ അങ്ങനെ ഫ്രീയാ അയ്യോ ഇവൻ തന്നെ കുറച്ച് കഴിയുമ്പോ മുടിയൊക്കെ അഴിച്ച് പിരിത്ത് വരും. എന്നിട്ട് ഇവൻ തന്നെ റെമോയാവും. അത് വല്ലാത്ത കുഴപ്പം തന്നെ. അത്രക്കൊന്നും കുറവണ്ട. പിന്നെ ഇവൻ തന്നെ പോയി ഡ്രസ്സ് മാറിയിട്ട് അയ്യങ്കാളിയായിട്ട് അയ്യങ്കാളിയല്ലല്ലേ അന്യനായിട്ട് ഒരു ഇച്ചിരി കഴിയുമ്പോ അതിൽ പോയി കളർ അടിച്ചിട്ട് റെമോയാവും. അന്യനാവ് മറ്റേ അത് നരസിംഹല്ലേ. പെരുപ്പ് കയറട്ടെ കയ്യത്. വിറക്കുന്നത് ഇപ്പൊ ആരും കേട്ടോ. ഇപ്പൊ വരും. അയ്യോ ഇതിനെ കൊണ്ട് ഒക്കൂലെന്ന് എനിക്കറിയാം. ഇങ്ങോട്ട് താടിക്ക് അന്ത 5 കൊലയും ഈ നന്ദിനി എങ്ങനെ മരിച്ചു പോയത്? അവള് ഇത് കാളവണ്ടിന്ന് വെള്ളത്തിൽ വീണ്. ഈ ആ ചത്തുപോയ നന്ദിനിക്കാന്ന് നീ ലെറ്റർ എഴുതിയത്? എടാ പൊട്ട. എന്നെ ഞാനാ നല്ലവരെന്ന് അവൾ എന്ന് തിരിച്ചറിയുണ്ടോ? അതാ നിന്നെ ഇഷ്ടമല്ല. എന്നെ ഇഷ്ടമല്ല. നീ ഈ കുടുംബിയൊക്കെ കൊണ്ടങ്ങ് നടക്കുവല്ലേ. അതെന്താ ഈ കോളേജിൽ ഒരു പ്രശ്നം? അത് സൂപ്പർ അല്ലേ? ഇത് നല്ല വേഷം. എന്റെ ലുക്ക് കൊള്ളതില്ലേ? സൂപ്പർ അല്ലേ? ഞാൻ നല്ലോണം സംസാരിക്കുന്നില്ലേ? അടിപൊളി. എനിക്ക് നല്ല പഠിത്തമില്ലേ? ഉണ്ട്. ബുദ്ധിയില്ലേ? ബുദ്ധി നിന്നെ കാട്ടി നല്ലതല്ലേ? ആണാണ്. എന്നെ പോലെ കണ്ടില്ലേ? എനിക്കൊരു അമ്മ സ്നേഹം കിട്ടിയിട്ടില്ല. അതോട്ട് മാറിയില്ല. അവന് കുറച്ച് അമ്മ സ്നേഹം. റെമോ അല്ല അമ്പി. എന്തിനാ തുടച്ചു കളയുന്ന അഴുക? അത് അമ്മമാര് കാണുമ്പോ മക്കളെ ഒരു തുടപ്പുണ്ട്. അതുപോലെ ഞാനും പോട്ടെ സ്കൂളിൽ. വേണ്ട, സ്കൂളിൽ പോട്ടെ. അച്ഛൻ വഴക്കൂറ്. അമ്മ പോരും. അമ്മ കുറച്ച് കഴിഞ്ഞു. അമ്മൂനെ കാണണോ? അമ്മൂന് എന്റെ അടുത്ത് ഐ ലവ് യു. ഐ ലവ് യു. നീ പറ്റോ? നീ വരുത്തോ? കുഴപ്പമില്ല. അമ്മൂനെ ഞാൻ കൊല്ലും. മലയുടെ മണ്ടയിൽ തള്ളിയിടും. എനിക്ക് നീ മതി. എനിക്ക് ചൂട് എടുക്കും. നീ വീട് കൊള്ളത്തില്ല. ഭയങ്കര ചൂട്.
അയ്യേ വാട എടുത്ത് നീ പല്ലി ചില്ലിടാ. എങ്ങനെ ഹേ ഗായ്സ്, അപ്പോൾ നമ്മുടെ ഫിലിം ക്യാരക്ടർ അറിഞ്ഞ് ഇവിടെ അവസാനിക്കുകയാണ് സുഹൃത്തുക്കളെ. അപ്പോൾ നിങ്ങൾ എല്ലാവരും എൻജോയ് ചെയ്യുമെന്ന് വിചാരിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും സൂപ്പറാണ്. ഇച്ചിരി മഴ ഉണ്ടായിരുന്നേ ഉള്ളൂ. എനിക്ക് കൊച്ചുവിനായിട്ട് ഇഷ്ടപ്പെട്ട കൊച്ചുവിന്റെ ക്യാരക്ടർ. വള്ളി അകത്ത് ആ വള്ളി കൊണ്ട് അവൻ ജീവിച്ചു. അതെ ഗൈസ്, അപ്പൊ നിങ്ങളും എല്ലാവരും എൻജോയ് ചെയ്യുന്നു വിചാരിച്ചുകൊണ്ട് ഹോപ്പ് ഗൈസ് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.